ബഹുമാനപ്പെട്ട സമസ്തയാണ്. ഒരുപാട് ക്ഷമിച്ചും ഒക്കെ അത് മുമ്പോട്ട് പോകും. നന്നായി പഠിക്കും. അതിനെ സംബന്ധിച്ചൊക്കെ വേണ്ടതെല്ലാം ചെയ്യും. അത് സത്യത്തിൽ അത് എത്തിച്ചേരും. ഇതുവരെ എടുത്തതൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. സമസ്ത എടുത്ത തീരുമാനങ്ങളൊക്കെ ഒരിക്കലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിലും തുടർന്നുള്ള വിഷയങ്ങളിലും സമസ്ത എടുത്ത തീരുമാനങ്ങൾക്ക് മാറ്റി പറയേണ്ടി വരികയുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോ സമസ്തയും ലീഗും തമ്മിൽ ഫൈറ്റാണെന്നപ്പ പറയുന്നത്. സമസ്തയും ലീഗും തമ്മിൽ ഫൈറ്റാണ്. ദിവസം നമുക്കിത് വായിക്കേണ്ടി വരിക, സോഷ്യൽ മീഡിയയിൽ ഇത് കേൾക്കേണ്ടി വരിക. വല്ലാത്ത വേദന ഉണ്ടാകുക. വാസ്തവത്തിൽ സമസ്തയും ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല. സമസ്തയും ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല. ഈ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന ഈ സംഗതികൾ, ആ സംഗതികളുടെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ വാഫി വഫിയ പ്രശ്നമാണ് ഈ കാര്യത്തിലുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഇന്ന് നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് കടക്കുന്നത് തീരെ യോജിച്ചതുമല്ല, എന്നാലും പറയാതിരിക്കാനും വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇതിനുള്ളത്. വാഫി വഫിയ വിഷയം തന്നെ പറയാതിരിക്കാൻ വയ്യ. ഈ വാഫിയ വഫിയ വിഷയം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഇപ്പം ഏതാണ്ട് 4 കൊല്ലത്തോളമായി മുഷാവർ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. പക്ഷെ അതൊന്നും നടപ്പാകുന്നില്ല. അതൊന്നും നടപ്പാകാത്ത ഒരവസ്ഥയിൽ എത്രമാത്രം എന്ന് വെച്ചാൽ സമസ്തയുടെ നേതാക്കൾ സമസ്ത മുഷാവറ ഒരുപാട് ചർച്ച ചെയ്തു എന്ന് വെച്ചാൽ കഴിയുന്നത്ര വേഗം തീർക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു റംസാനിൽ പോലും മുഷാവറ യോഗം ചേർന്നു. സാധാരണ വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗമോ അല്ലെങ്കിൽ മുഷാവറ യോഗമോ റംസാനിൽ ഉണ്ടാവില്ല, നോമ്പിനുണ്ടാവില്ല. പക്ഷെ ഇതിനു വേണ്ടിയിട്ട് റംസാനിൽ പോലും ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ യോഗം ചേരുകയുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏതായിരുന്നാലും അവസാനം അത് സമസ്തയുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു പോയ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ സമസ്തയുടെ സെക്രട്ടറി ആലിക്കുട്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ MT ഉസ്താദ്, അതുപോലെ തന്നെ കൊയ്യോട് ഉസ്താദ്, ഇവരൊക്കെ ചേർന്ന, അതോടൊപ്പം ലീഗിൻ്റെ നേതാക്കളായ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ മറ്റേ MLA തങ്ങളുണ്ടല്ലോ അദ്ദേഹം, ഇങ്ങനെ തുടങ്ങി ലീഗിൻ്റെയും സമസ്തയുടെയും നേതാക്കൾ പല സിറ്റിങ്ങുകൾ നടത്തി. അത് കൊണ്ടോട്ടി അവിടെ വെച്ചും അങ്ങനെ പലയിടത്ത് വെച്ചുകൊണ്ട് പല സിറ്റിങ്ങുകളും നടത്തി. അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി 9 കാര്യങ്ങൾ. ആ 9 കാര്യങ്ങൾ അവർക്ക് CICക്ക്, അതായത് വാഫി വഫിയൻ്റെ ആ CICക്ക് കൊടുക്കുക. അവരത് അംഗീകരിക്കുകയാണെന്ന് വെച്ചാൽ സമസ്ത അവരെ എതിർക്കാനൊന്നും പോകരുത് എന്നാണ്. ഇനി അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട തങ്ങളെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അവസാനത്തെ സിറ്റിങ്ങിൽ പറഞ്ഞത് പറയാതിരിക്കാനുള്ള നിർവാഹമല്ല. പക്ഷേ അവർക്ക് എഴുത്തു കൊടുക്കുകയും അതിന് ശരിയായൊരു മറുപടി ലഭിക്കാൻ, മറുപടി അന്നും കളിയാക്കിക്കൊണ്ടുള്ള, സമസ്തയെ പരിഹസിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് അതിന് കിട്ടിയത്. അങ്ങനെയാണ് മറുപടി വന്നത്. ഇന്നും അതിൻ്റെ പ്രശ്നം അവശേഷിക്കുന്നു. ഇപ്പോഴും ആ പ്രശ്നം തീർന്നിട്ടില്ല. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സമസ്തയാണ്. ഒരുപാട് ക്ഷമിച്ചും ഒക്കെ അത് മുമ്പോട്ട് പോകും. നന്നായി പഠിക്കും. അതിനെ സംബന്ധിച്ചൊക്കെ വേണ്ടതെല്ലാം ചെയ്യും. അത് സത്യത്തിൽ അത് എത്തിച്ചേരും. ഇതുവരെ എടുത്തതൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. സമസ്ത എടുത്ത തീരുമാനങ്ങളൊക്കെ ഒരിക്കലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിലും തുടർന്നുള്ള വിഷയങ്ങളിലും സമസ്ത എടുത്ത തീരുമാനങ്ങൾക്ക് മാറ്റി പറയേണ്ടി വരികയുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊക്കെ ഒരുപാട് വിഷമിക്കേണ്ടി വരും. വാസ്തവത്തിൽ ഇന്ന്
സമസ്തന്റെ രാഷ്ട്രീയം നമുക്കൊക്കെ അറിയാലോ. സമസ്ത എന്ന രാഷ്ട്രീയ പാർട്ടിയുടേതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതതിൻ്റെ നിലപാടതാ. സമസ്തയുടെ തുടക്കം മുതൽക്ക് തന്നെ അതിൻ്റെ നിലപാടതാ. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വിധേയമാകുക, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധം ഉണ്ടാകുക, ഇത് സമസ്തയുടെ നയമല്ല. എല്ലാ പാർട്ടികളോടും ബന്ധപ്പെടും. ചിലപ്പോൾ നമ്മളെ സമസ്തയിൽ കൂടുതൽ പിന്നെ ഏത് രാഷ്ട്രീയത്തിലെ ആളുകളാണെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ബന്ധം ഉണ്ടാവും. അത് സ്വാഭാവികമാണല്ലോ. അത് അതിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് ആ നിലക്കുള്ള ബന്ധങ്ങളാണ് സമസ്തക്കുള്ളത്. അതിൻ്റെ രാഷ്ട്രീയം അതാണ്. പക്ഷേ ഇപ്പോ സമസ്തയും ലീഗും തമ്മിൽ ഫൈറ്റാണെന്നപ്പോ പറയുന്നത്. സമസ്തയും ലീഗും തമ്മിൽ ഫൈറ്റാണ്. ദിവസം നമുക്കിത് വായിക്കേണ്ടി വരിക, സോഷ്യൽ മീഡിയയിൽ ഇത് കേൾക്കേണ്ടി വരിക. വല്ലാത്ത വേദന ഉണ്ടാകും. വാസ്തവത്തിൽ സമസ്തയും ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല. സമസ്തയും ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല. ഈ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന ഈ സംഗതികൾ, ആ സംഗതികളുടെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ വാഫി വഫിയ പ്രശ്നമാണ്. അത് 4 വർഷത്തിലധികമായി ആ പ്രശ്നം തുടങ്ങിയിട്ട് വാഫി വഫിയ പ്രശ്നമാണ്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ സമസ്തക്കയിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ സമസ്ത പിന്നെ ആ സംവിധാനം സമസ്തയുടെ സ്ഥാപനമാകുന്ന വളാഞ്ചേരി മർക്കസിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. മാത്രല്ല സമസ്തയുടെ അനുവാദത്തോടു കൂടിയാണ്, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് ആ പ്രസ്ഥാനം ഉണ്ടായത്. പക്ഷേ അവസാനം നോക്കുമ്പോൾ അതിലേക്ക് ചില ആശയങ്ങളൊക്കെ കടന്നു വരുന്നത് കാണുകയുണ്ടായി. പുത്തനാശയത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായി. മാത്രമല്ല അതിൻ്റെ പല ഉസ്താദുമാരും തന്നെ അത് കാണുകയുണ്ടായി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സമൂഹം, ഈ സമുദായം വളർത്തിയെടുക്കുന്ന മഹത്തായ ഈ പണ്ഡിത വ്യൂഹം സമസ്തക്കെതിരെ നിലകൊള്ളുന്ന, സമസ്തക്കെതിരെ മാത്രമല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പുത്തനാശയക്കാരിലേക്ക് ചായുണ്ടാകുന്ന ഒരവസ്ഥ സമസ്ത കണ്ടു. അതുകൊണ്ട് അത് മാറ്റിയെടുക്കണം എന്നാണ് സമസ്തന്റെ ആവശ്യം. ഈ സംവിധാനം ശക്തമായി മുമ്പോട്ട് പോകണമെന്നും, പക്ഷെ അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമനുസരിച്ച് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആയിരിക്കണം എന്നുള്ളത് മാത്രം സമസ്ത പറഞ്ഞിട്ടുള്ളൂ, അല്ല വേറൊന്നും പറഞ്ഞില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു വെച്ചാൽ ലീഗുമായിട്ട് കൂടുതൽ അടുക്കാൻ പോയി, ലീഗിന്റെ നേതാക്കളുമായിട്ട് കൂടുതൽ അടുക്കാൻ പോയി. എന്നിട്ട് അവരുടെ ആ സംവിധാനം അനുസരിച്ച് വന്നതിൻ്റെ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്നർത്ഥം. പക്ഷെ നേതാക്കൾ അത് ആലോചിക്കേണ്ടതായിരുന്നു. അത്രയും നമുക്ക് അതിൽ പറയാനുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും അധികം പറഞ്ഞെന്ന് പറയണ്ട. അതാണ് അതിൻ്റെ സ്ഥിതി, അതാണ് എന്നർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ സമസ്തക്ക് വാഫി വഫിയയോട് യാതൊരു വിരോധവുമില്ല. കാരണം സമസ്തന്റെ സംവിധാനമായി വന്നത് സമസ്തന്റെ ആശയത്തിനനുസരിച്ച് സുന്നത്ത് ജമാഅത്തിന് എതിരായി കൊണ്ടുവരിക എന്നാണ് സമസ്തക്ക് സഹിക്കാൻ കഴിയില്ല, ഉസ്താദ്മാർക്ക് സഹിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ സ്ഥിതി. നമ്മൾ എല്ലായിടത്തും മുജാഹിദിനെ എതിർക്കുന്നു, ജമാഅത്തിനെ എതിർക്കുന്നു. ആ ജമാഅത്തിന്റെ ആശയങ്ങൾ ഇതിലേക്ക് വരുന്നത് അത് നമുക്ക് എടുക്കണ്ടേ, അതിനെ നമുക്ക് എതിർക്കണ്ടേ? അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നല്ല നിലയിൽ തീർന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമസ്തയുടെ പ്രതിസന്ധികളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് സമസ്തക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളതാ കണ്ട്. ഞാൻ നേരത്തെ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. എൻ്റെ ഉസ്താദ് KT മാനുസിയാണ്.